ട്രംപിന്റെ ഒപ്പിന് വിലയില്ലാന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ കുവൈറ്റിനും ജോർദാനും നേരെ യുദ്ധം അഴിച്ചുവിട്ടിരിക്കുകയാണ്. യുദ്ധം വലിയ രീതിയിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ യുദ്ധത്തിന്റെ ഭാവി എന്താകും? യുദ്ധത്തിൻ്റെ ഭാവി ഒന്നുമില്ല. ഇതിനി ആർക്കും തടയാൻ കഴിയാത്ത ഒന്നായിട്ട് മാറുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതായത് യുദ്ധം കൈവിട്ട് പോയിരിക്കുന്നു. മുമ്പൊക്കെ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടൽ കൊണ്ട് എന്തെങ്കിലും ഒരു ആനുകൂല്യമുണ്ടാകും, അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഒരു തരത്തിലും ഇടപെടാൻ കഴിയാത്ത വിധത്തിലേക്ക് യുദ്ധം അതിതീവ്രമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അമേരിക്കയ്ക്ക് വലിയ മുറിവേറ്റിരിക്കുന്നു. സാധാരണഗതിയിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നടക്കുന്ന ആക്രമണങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ കപ്പലുകൾക്ക് നേരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസറ്റുകൾക്ക് നേരെയോ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ഇത്രത്തോളം തീവ്രമാകാറില്ല. പക്ഷേ ഇവിടെ കഴിഞ്ഞ മണിക്കൂറിൽ ജോർദാനിലേക്ക് ഒരു വലിയ ആക്രമണം ഉണ്ടായി. ഈ ആക്രമണം എന്ന് പറയുന്നത് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്കാണ്. അതിൽ തന്നെ ഈ ജോർദാൻ എന്ന് പറയുന്ന രാജ്യത്തെ അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ അമേരിക്കയുടെ വിമാനങ്ങൾ കൂടുതലായി ശേഖരിച്ചിരിക്കുന്ന ഒരിടമാണെന്നാണ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അവിടെ അമേരിക്കയുടെ ഈ പുതിയ ഫൈറ്റർ ജെറ്റുകൾ, ഈ ഇറാൻ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വിമാനങ്ങൾ, അതുപോലെ ആകാശത്ത് വെച്ച് വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന റീഫ്യൂവലിംഗ് വിമാനങ്ങൾ, അങ്ങനെയുള്ള കുറെ കൂടി പ്രഹരശേഷി കൂടിയ, അതായത് ഈ യുദ്ധം തീവ്രമായൊരു ഘട്ടത്തിലേക്ക് മൂർച്ഛിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഡിപ്ലോയ് ചെയ്യേണ്ട വിമാനങ്ങളടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെയുള്ള ഒരു യുദ്ധകേന്ദ്രമാണ് ഈ ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടേക്ക് കടന്നു കയറി ഇറാൻ ഒരു ആക്രമണം നടത്തുമ്പോൾ ഇറാൻ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ്, ഇപ്പോൾ ഈ ജോർദാനിലെ വലിയ സൈനിക കേന്ദ്രത്തിന് വലിയ സുരക്ഷ അമേരിക്ക ഉറപ്പ് നൽകുന്നതാണ്. അമേരിക്ക പറയുന്നവർ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെയുള്ള ഒരു കേന്ദ്രമാണ് ജോർദാൻ എന്നാണ് അമേരിക്ക എപ്പോഴും അവകാശപ്പെടാറുള്ളത്. കാരണം ജോർദാൻ ഒരു ഗൾഫ് രാജ്യമാണെങ്കിലും ആക്റ്റീവായിട്ട് അമേരിക്കയ്ക്കൊപ്പം യുദ്ധത്തിന് ഇറങ്ങുന്ന ഒരു രാജ്യമാണ്. മുമ്പ് ഹൂത്തികളെയൊക്കെ തകർക്കാനായിട്ട് ചെങ്കടലിൽ അമേരിക്ക ഓപ്പറേഷന് പോയപ്പോൾ അന്ന് ജോർദാൻ മാത്രമാണ് അമേരിക്കയ്ക്കൊപ്പം ഉണ്ടായ ഒരേ ഒരു അറബ് രാജ്യം. അപ്പോൾ ജോർദാനിന് അതിനുള്ള കഴിവുണ്ട്. ജോർദാനിൽ അത്തരം സംവിധാനങ്ങളും സന്നാഹങ്ങളും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്കൊരു വലിയ ആക്രമണം നടത്തുന്നതിലൂടെ ഇറാൻ ഉദ്ദേശിക്കുന്നത് ഇനി അമേരിക്ക നടത്താൻ പോകുന്ന ആക്രമണങ്ങൾക്ക് മുൻകൂട്ടി ഒരു ചെക്ക് വയ്ക്കുക എന്നുള്ളതാണ്. ജോർദാനിലേക്ക് ഒരു വലിയ ആക്രമണം നടന്നു, കുവൈറ്റിലേക്ക് നടത്തുന്നു. ഇതിലൊക്കെ മാരകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല, 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടപ്പോൾ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. അമേരിക്കയുടെ ഈ സമീപകാലത്ത് അമേരിക്ക ഞങ്ങൾക്കൊരു ആക്രമണം ഏറ്റു എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. ഈ മരണമൊക്കെ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ഈ മരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്ഥിരീകരിക്കാതിരിക്കാൻ കഴിയില്ല. മുമ്പൊക്കെ ഈ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോഴും അമേരിക്ക കംപ്ലീറ്റ്ലി നിശബ്ദത പാലിക്കുകയായിരുന്നു പതിവ്. പക്ഷെ ഇപ്പോൾ അമേരിക്ക നിശബ്ദത പാലിക്കുകയല്ല, ഇങ്ങനൊരു ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് പോലും തുറന്ന് സമ്മതിക്കേണ്ടി വരുന്ന വിധത്തിലുള്ള അത്രയും മാരകമായ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ഇതിൻ്റെ അർത്ഥം ഇറാൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒന്നുകൂടി തെളിയിച്ച് പറഞ്ഞാൽ, ഇത്രയും നാൾ അമേരിക്കയോ ഇസ്രായേലോ എന്തെങ്കിലും ആക്രമണങ്ങൾ ഇങ്ങോട്ട് നടത്തിയാൽ മാത്രം തിരിച്ചടിക്കുന്ന ഒരു സമീപനമായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഇറാൻ പരിപൂർണമായി ഉപേക്ഷിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് കയറി ആക്രമിക്കുക, തകർക്കുക, തരിപ്പണമാക്കുക എന്നതല്ലാതെ ഇനി മുന്നിൽ മറ്റൊരു മാർഗവുമില്ല എന്ന് ഇറാൻ തിരിച്ചറിയുന്നു. കാരണം അമേരിക്ക ഇറാന് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് 5.5 മണിക്കൂർ തുടർച്ചയായി ഇറാൻ്റെ പ്രധാനപ്പെട്ട ദ്വീപുകളിലേക്കും തീരദേശ കേന്ദ്രങ്ങളിലേക്കുമൊക്കെ അമേരിക്ക ആക്രമണം നടത്തിയാണ്. 5.5 മണിക്കൂർ നേരം തുടർച്ചയായ ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പം അത്രയും വലിയ ആക്രമണങ്ങൾ ഇറാന് നേരെ അമേരിക്ക നടത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നുറപ്പാണ്, ഇറാൻ അതുപോലെ അമേരിക്കയെ വേദനിപ്പിച്ചിട്ടുണ്ട്, മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് അപ്രവചനീയമാണ്. എന്തായാലും ഈ യുദ്ധം ഒടുങ്ങാനുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമില്ല. അതുപോലെ തന്നെ ഇറാൻ ഇപ്പോൾ മിസൈൽ ആക്രമണമാണ് നടത്തുന്നത്, ഡ്രോൺ ആക്രമണമല്ല. അത് മിസൈൽ ആക്രമണം എന്ന് പറഞ്ഞാൽ പുറത്തെങ്ങും കാണാത്ത രീതിയിലുള്ള വലിയ പ്രഹരശേഷിയുള്ള മിസൈലാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇറാൻ അവരുടെ ആയുധപ്പുരകളിലുള്ള ആരും കാണാത്ത അല്ലെങ്കിൽ ഇതുവരെ പ്രയോഗിച്ചിട്ടില്ലാത്ത, അവർ മാത്രം ടെസ്റ്റ് ചെയ്തിട്ടുള്ള
പുതിയ ആയുധങ്ങളുടെ ഒരു വലിയ ശ്രേണി ഈ യുദ്ധത്തിലേക്ക് തുറക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഒന്നുകൂടി തെളിയിച്ച് പറഞ്ഞാൽ ഇറാൻ്റെ വജ്രായുധങ്ങൾ ഒന്നൊന്നായി അവർ പുറത്തെടുക്കുകയാണ്. ഇത്രയും നാൾ ഇറാൻ ഉപയോഗിച്ചിരുന്ന മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഡ്രോണുകളെക്കാൾ കൂടുതൽ ബാലിസ്റ്റിക് ദീർഘദൂര സ്വഭാവമുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇപ്പോൾ ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ യുദ്ധമുഖങ്ങളിൽ അധികം കാണാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇറാൻ ഈ ആയുധങ്ങളൊക്കെ കളത്തിൽ ഇറക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, അതിതീവ്രമായൊരു ഘട്ടത്തിലേക്ക് യുദ്ധം എത്തി എന്നുള്ളത് തന്നെയാണ്. രണ്ട്, മുജ്തബ ഖാംനെയി വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ് അമേരിക്കയുടെ ഒപ്പിന് പുല്ലുവിലയാണ്, അല്ലെങ്കിൽ ഒരു വിലയുമില്ല, ഇനി ഞങ്ങൾ ആ അമേരിക്കയുടെ കരാറുകൾക്ക് അല്ലെങ്കിൽ ആ ഒപ്പിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തുറന്നൊരു യുദ്ധമാണ് മുജ്തബ ഖാംനെയി നൽകുന്ന സൂചന. അതായത് മുന്നോട്ട് ഇനി ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകളോ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ ഇല്ലാത്ത വിധത്തിൽ അതിതീവ്രമായിട്ടുള്ള ഏറെക്കാലം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഡു ഓർ ഡൈ സിറ്റുവേഷനിലുള്ള ഒരു വലിയ യുദ്ധം, മോസ്റ്റ് ഡേഞ്ചറസ് ഗെയിം പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കളിയിലേക്ക് ഇറാൻ ഇറങ്ങി എന്നതിൻ്റെ തെളിവാണ് ഈ പുതിയ തരം മിസൈലുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയിൽ ഇറാൻ്റെ ഏറ്റവും പുതിയ മിസൈൽ സിറ്റികൾ അവർ തുറന്നിട്ടുണ്ട്. അത് ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു. അത് വെറുതെ മിസൈൽ സിറ്റി തുറന്നു എന്നുള്ളതല്ല, മറിച്ച് അതിനകത്ത് ഒളിച്ചിരിക്കുന്ന അത്യാധുനികമായിട്ടുള്ള ലോങ് റേഞ്ച് മിസൈലുകൾ. ആ ലോങ് റേഞ്ച് മിസൈലുകൾ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു മിസൈലിൻ്റെ പേലോഡ് വാർഹെഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 കിലോയോ 200 കിലോയൊക്കെ ആണെങ്കിൽ ഇത് ചിലപ്പോൾ 500 കിലോ വരെ, അതായത് വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ വഹിച്ച് വാർഹെഡ് വഹിച്ച് പോകാൻ കഴിയുന്ന അത്യാധുനികമായ മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ട്. അതായിരുന്നു ഇസ്രായേൽ പേടിച്ചിരുന്നത്. ഇറാൻ കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകൾ സ്വന്തമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുദ്ധം തുടങ്ങാനായിട്ട് ഇസ്രായേൽ ഈ യുദ്ധം തുടങ്ങാനായിട്ട് അമേരിക്കയോട് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇത്തരം കുറേ മിസൈലുകൾ ഇറാൻ്റെ പക്കലുണ്ട് എന്ന് ഇസ്രായേൽ ഇൻ്റലിജൻസിന് വിവരം കിട്ടിയിരുന്നു. അപ്പോൾ ആ മിസൈലുകൾ ഇപ്പോൾ അവർ കയ്യിലെടുക്കുമ്പോൾ അത് ഈ പറയുന്ന ജോർദാന് മാത്രമല്ല ഭീഷണി, ഇസ്രായേലിനും ഭീഷണിയാകും. കാരണം ലോങ് റേഞ്ച് മിസൈലുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിലേക്കും ഈ ആക്രമണങ്ങൾ നീട്ടാൻ ഇറാന് കഴിയും. അത് മാത്രമല്ലല്ലോ, ഇതിനു മുന്നേ ആണെങ്കിലും യുദ്ധത്തിന്റെ ഇടയ്ക്ക് ഇറാന്റെ ഈ ആയുധ ശേഖരണങ്ങളെല്ലാം ഒരു വീഡിയോ ആയി പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോൾ ഇത് തീർച്ചയാണ്, ഉറപ്പാണ് എന്നുള്ളത് അമേരിക്കയ്ക്കും അറിയാം, ഇസ്രായേലിനും അറിയാം ഇങ്ങനൊരു വലിയ ശേഖരണം ഉണ്ടെന്നുള്ളത്. അല്ല, അതറിയാം. അത് ഇതുവരെ പുറത്തെടുത്തിരുന്നില്ല, അതിപ്പോൾ പുറത്തെടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്. അജ്ഞാതമായിരുന്ന ഇറാൻ്റെ ആയുധങ്ങൾ ഇറാൻ പുറത്തെടുത്തിരിക്കുന്നു. ഇറാൻ്റെ ആയുധപ്പുരകൾ പൂട്ടിക്കിടന്നത് അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ ഒളിച്ചു വെച്ചിരുന്ന ഇറാൻ്റെ ആയുധപ്പുരകൾ ഒന്നൊന്നായി ഇറാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നു. അതിൽ നിന്ന് പുതിയ ആയുധങ്ങൾ പുറത്തെത്തുന്നു. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖാംനെയി ഔദ്യോഗിക പ്രസ്താവനയിലാണ് പറയുന്നത് ട്രംപിൻ്റെ ഒപ്പിന് ഒരു വിലയുമില്ല എന്ന്. കൃത്യമായി പറഞ്ഞാൽ ട്രംപിനെ പിടിച്ചു നിർത്തി മുഖത്തൊരെണ്ണം കൊടുക്കുന്ന പോലെയാണ് മുജ്തബ പ്രതികരിക്കുന്നത്. അതായത് അമേരിക്ക വലിയ വെല്ലുവിളികൾ നടത്തി ഇറാനെ തകർക്കുമെന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ട്രംപിനൊന്നും ഒരു വിലയും കൊടുക്കാത്ത വിധത്തിലാണ് മുജ്തബയുടെ പ്രഖ്യാപനങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് യുദ്ധം കൊഴുപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ആ അമേരിക്കയ്ക്ക് ഇറാനും പ്രതിരോധ സഖ്യങ്ങളും ചേർന്ന് മറക്കാനാകാത്തൊരു പാഠം നൽകുമെന്നാണ് ഇസ്രായേലിൻ്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും ചേർന്ന് അമേരിക്കയെ തിരിച്ചടിക്കുമെന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഹൂത്തികളടക്കം ഈ യുദ്ധത്തിന് ഇറങ്ങണം. അപ്പോൾ ഹൂത്തികൾ ഈ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ആക്റ്റീവായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അത് ഭീഷണിയാണ്. കാരണം സൗദിയിലേക്ക് എളുപ്പത്തിൽ ആക്രമണം നടത്താൻ കഴിയുന്ന രാജ്യമാണ് യമൻ അല്ലെങ്കിൽ ഹൂത്തികൾ നിൽക്കുന്ന ഇടം. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ഹൂത്തികൾ ചെങ്കടൽ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. ബാബൽ മന്ദബ് കടലെടുക്ക് ബ്ലോക്ക് ചെയ്താൽ അത് സൂയസ് കനാലിലെയും ബാധിക്കും. ലോകത്തിൻ്റെ ഏതാണ്ട് ഒരു 40% വരുന്ന കപ്പൽ ഗതാഗതം അതോടുകൂടി പൂർണ്ണമായി ഇല്ലാതാകും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇറാൻ പറഞ്ഞത് ലോകത്തെ ഞങ്ങൾ പട്ടിണിയിലാക്കും, ആ നിലയിലേക്ക് യുദ്ധം മാറുമെന്ന്. കാരണം ഇറാനെ സംബന്ധിച്ച് ഇറാനെതിരെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. അവർ പറയുന്ന ന്യായം ഇറാന് ആയുധമുണ്ട്, ഇറാൻ ആണവ പരീക്ഷണം നടത്തുന്നു, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അതിൽ കയറി അമേരിക്കയും ഇസ്രായേലും ഇടപെട്ടിട്ട് ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ യുദ്ധം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഒരു ന്യായവും ഇറാനും നോക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരെ കുറിച്ച് ഒരു കൺസേണും ഇറാൻ മുന്നോട്ട് വയ്ക്കേണ്ട കാര്യമില്ല. അവരുടെ മുന്നിൽ ആകെയുള്ള ലക്ഷ്യം ഒന്ന് ട്രംപിനെ വധിക്കുക, അല്ലെങ്കിൽ നെതന്യാഹുവിനെ വധിക്കുക, സകല ആളുകളെയും തങ്ങളുടെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാംനെയെ കൊലപ്പെടുത്തിയ സകലരെയും വധിക്കുക എന്നുള്ളതാണ് ഇറാന്റെ പ്രാഥമികമായ കാര്യം. അതിനുശേഷം യുദ്ധം തീരുമോ?
അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പോലും യുദ്ധം ആളിക്കത്തുമെന്നുള്ളതാണ്. അങ്ങനെ തീരാനൊന്നും പോകുന്നില്ല. കാരണം ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് നേരെ എന്തെങ്കിലും അപായം ഉണ്ടായാൽ, തന്നെ അപായപ്പെടുത്താനൊക്കെയുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ 1000 മിസൈലുകൾ തുടർച്ചയായി ഇറാനിലേക്ക് വർഷിക്കും, അതിനുവേണ്ടി മുഴുവൻ സെറ്റപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ട്രംപ് വധിക്കപ്പെടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ട്രംപിന് വലിയ ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ വധിച്ചാൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന രീതിയിൽ ട്രംപ് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ട്രംപിനെ സംബന്ധിച്ച് ട്രംപിന് ഈ വധഭീഷണി ട്രംപിനെ കൃത്യമായിട്ട് ട്രംപിൻ്റെ കുറിക്ക് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇറാനെ ഇല്ലാതാക്കുക എന്ന നീക്കമാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിക്കുന്ന ഒരു നയം. അപ്പോൾ അങ്ങനെ ഇറാന് നേരെ കടുത്ത ആക്രമണം നടത്തുമ്പോൾ ഇറാനും തിരിച്ചടിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. അതും ശക്തമായിട്ട്, ചെറിയ തിരിച്ചടിയൊന്നുമല്ല, വ്യാപകമായിട്ട് മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ട്രംപിന് നേരെ അമേരിക്കയ്ക്ക് നേരെ ഇറാനും നൽകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ള ഒരു കാര്യം, ഈ യുദ്ധം വ്യാപിക്കുകയാണ്. അത് ഇനി ഇസ്രായേലിലേക്കും അധികം വൈകാതെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇറാൻ്റെ ഈ പറയുന്ന ജനവാസ കേന്ദ്രങ്ങൾ, ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ, ഇറാൻ്റെ കുടിവെള്ള സ്രോതസ്സുകൾ, അങ്ങനെ ഇറാൻ പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ഓരോ ഇടങ്ങളും അമേരിക്ക നശിപ്പിച്ചുകൊണ്ടിരിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഇറാനിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് പക തീർക്കണമെങ്കിൽ, അതിന് പ്രതികാരം ചെയ്യണമെങ്കിൽ ഇറാന് തീർച്ചയായിട്ടും ഇസ്രായേലിനെയും കൂടി ആക്രമിച്ചേ പറ്റൂ. അപ്പോൾ ഇസ്രായേലിലേക്കും വലിയൊരു ആക്രമണം ഇറാൻ നടത്തുമെന്നുള്ളതാണ് എൻ്റെ ടേക്ക്. എന്ന് മാത്രമല്ല, ഇന്ന് രാത്രി വളരെ നിർണായകമാണ്. ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ പലതും നിന്ന് കത്തുന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകാം. ഇതുവരെ മധ്യസ്ഥ ശ്രമങ്ങൾ ഒന്നും നടന്നിട്ടില്ല, ഇനിയോട്ട് നടക്കാനും പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ ഇത് അടിച്ചു തന്നെ തീരെ, ആരെങ്കിലും ഒരാൾ വീഴുന്നത് വരെ ഈ യുദ്ധം തുടരും എന്ന് തന്നെ വേണം ആശങ്കയോടെ, അല്ലെങ്കിൽ വലിയ മനസ്താപത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കാൻ.